ഇന്ന് പുകയില്ലാത്ത അടുപ്പ് പൊളിച്ച് പണിയുന്ന പണി സൈറ്റാണ് ഈ കാണുന്നത്. ഇവിടെ സൈഡിലെല്ലാം ഉയരത്തിൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് സിലിണ്ടർ വെച്ചിട്ടുള്ള അടുപ്പാണ് ഇവിടെ പണിതിട്ടുള്ളത്. ഈ അടുപ്പ് ഞങ്ങൾ എത്തുന്ന സമയത്ത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ പോവുകയാണ്. ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ആവി വരുന്നതുകൊണ്ട് പഴുത്തിരിക്കുന്ന സിലിണ്ടറാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നന്നായി വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മളത് പൊളിപ്പിക്കാൻ പോവുകയാണ്. പൊളിക്കുമ്പോൾ മുമ്പ് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഈ ആവി വരുന്നത് കാണുന്നത്. അടുപ്പുകളൊക്കെ പൊളിക്കാനുള്ളവർ തലേ ദിവസം അടുപ്പിൽ വെള്ളം ഒഴിച്ചിടണം. ഇതുപോലെ ഉപയോഗിക്കരുത്. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ ചൂടുള്ള അടുപ്പ്. എല്ലാവരും ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഇതിന്ന് എടുത്ത സിലിണ്ടറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരെണ്ണം വല്ലാതെ ദ്രവിച്ചു, ഒരെണ്ണത്തിന് അത്ര കുഴപ്പം ഇല്ല. അധികം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണത്. ഈ സിലിണ്ടറൊക്കെ വെക്കുന്നവർക്ക് സംഭവിക്കാവുന്നതാണത്. ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ അടുപ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. 8, 10, 6 സൈസ് അടുപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സൈഡിലെ ടൈൽസ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല തിളക്കം ടൈൽസിനൊക്കെ വന്നിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല തിളക്കം. സ്റ്റീൽ മിക്ക അതിൻ്റെ കളറെല്ലാം ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതാണ് ഈ ചുവന്ന കളറ്. ഇതിന് 2 റെഡ്യൂസറുകളുണ്ട്. 8, 10 റെഡ്യൂസറുകളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അടുപ്പിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചൂട് കിട്ടാനും സമയവും കുറേ എടുക്കുകയും ചെയ്യും. റെഡ്യൂസറുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അതിന് 3 മൂടികളും ഇതിന് കൂടെ വെച്ചിട്ടുള്ള ഫിനിഷിങ് ചെയ്ത രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കുഴൽ 2 ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിക്ക് മുകളിലേക്ക് പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ പാച്ച് വർക്കെല്ലാം ഫിനിഷായിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച കാണാം. ചിമ്മിനിയുടെ മുകളിലേക്ക് 2 ലെങ്ത്ത് പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പാച്ച് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം അടുപ്പുകൾ പൊളിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക.